ഹായ് കൂട്ടുകാരെ, ഇന്ന് ഒരു വാഴക്കൂമ്പ് വാഴച്ചുണ്ടെന്നൊക്കെ ഓരോരുത്തർ പറയും. നമ്മളിവിടെ പറയുന്ന വാഴക്കൂമ്പെന്നാണ്. ഒരു വാഴക്കൂമ്പ് കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഞാൻ വിചാരിച്ചു അത് തോരൻ വയ്ക്കാമെന്ന്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇളക്കി കളഞ്ഞ് വെച്ചേക്കുകയാണ്. അപ്പോൾ നമുക്കിത് അരിയാം. പിന്നെ ഞാനിതാ ഇവിടെ തൈര് വെള്ളം ഒഴിച്ചതാണ്. ഈ തൈരിനകത്തോട്ട് ഈ വാഴക്കൂമ്പ് കുത്തി എരിഞ്ഞിട്ടാൽ ഇതിനൊരു കറുപ്പ് കാണുമല്ലോ നമ്മൾ വേവിച്ചൊക്കെ എടുക്കുമ്പോൾ, കറയുടെ. അപ്പോൾ ഈ കറയെല്ലാം പോവും. അപ്പോൾ ഞാൻ ഇത് ഈ മോരിനകത്തോട്ട് അരിഞ്ഞിടാൻ പോയി. അരിഞ്ഞ് കഴിഞ്ഞാൽ ആ കളർ കാണത്തില്ല. അപ്പോൾ ഞാനിത് അരിഞ്ഞുകൊണ്ട് വരാം. അങ്ങനെ ഞാനിതിവിടെ കൊത്തി അരിഞ്ഞിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതിൻ്റെ ഈ ഒരു നാരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ വെള്ളത്തിൽ ഇട്ടാൽ അങ്ങ് പോകും. ഇത് നന്നായിട്ട് 2-3 വെള്ളത്തിൽ നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ കൊത്തി അരിഞ്ഞത് നന്നായിട്ട് കഴുകി. അതുകൊണ്ട് ഇതിന് വലിയ കറുപ്പ് കളറൊന്നുമില്ല, പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്കിത് അരയ്ക്കാനുള്ളത് ഞാനവിടെ കാന്താരിയാണ്. 3-4 കാന്താരിയും വെളുത്തുള്ളി, കുറച്ച് ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി. ഇത് വാടുമ്പോൾ ഇച്ചിരിയല്ലേ കാണത്തുള്ളൂ. പിന്നെ ആവശ്യത്തിന് തേങ്ങ ഞാൻ അവിടെ തിരുവി വെച്ചിട്ടുണ്ട്. ഇത്രയും തേങ്ങയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ അരച്ചിട്ടുണ്ട്. ഒന്ന് ഒതുക്കിയെടുക്കുകയേ ചെയ്യാവൂ, ഒരുപാടങ്ങ് അരയണ്ട. അപ്പോൾ നമുക്കിനി വാഴക്കൂമ്പ് കറി തോരൻ വയ്ക്കാം. അപ്പോൾ ഇവിടെ ഞാൻ പാൻ വെച്ചിട്ടുണ്ട്, സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. നമുക്കതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ കടുക് ഇട്ടിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് 2 വറ്റൽമുളക് ഇടാം. 2 ഉഴുന്ന് പരിപ്പൂടെ ഇടാം, ഇടയ്ക്ക് കടി കൊള്ളാൻ. ഇതൊന്ന് മൂക്കട്ടെ. ഉഴുന്ന് പരിപ്പ് ചുമന്നിട്ടുണ്ട്. ഇനി നമുക്ക് വാഴക്കൂമ്പ് അരിഞ്ഞത് ഇതിനകത്തോട്ടിടാം. വാഴക്കൂമ്പ് അരിഞ്ഞത് ഞാൻ ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ആ തൈരിനകത്തിട്ടുണ്ട്. അത് കറുത്തില്ല, അല്ലെങ്കിൽ വയ്ക്കുമ്പം കറുത്തിരിക്കത്തില്ലേ. ഇത് കറുത്തിട്ടില്ല. ഞാൻ ഉപ്പ് ഇതിനകത്തിട്ടിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിന് തോനെ ഒരുപാട് തീ വേണ്ട, ചെറിയ തീ മതി. അപ്പോൾ ഇത് ചെറിയ തീയിലിട്ട് വേവിക്കുക ചെയ്യാവൂ. നമുക്കിതിൻ്റെ മുകളിലോട്ട് അരപ്പുടങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരച്ചതൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കാം. ഒന്ന് തോട്ടിയെടുക്കണം. നമ്മൾ വെള്ളം പിഴിഞ്ഞാൽ ആ കൂമ്പിനകത്ത് വെള്ളത്തിൻ്റെ അംശം കാണും. അപ്പോൾ നന്നായിട്ട് തോട്ടിയെടുക്കാം. ഉപ്പൊക്കെ ഞാൻ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാഴച്ചുണ്ട് തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ അരിയുമ്പം തൈരിലൊക്കെ ഇട്ട് വെച്ചാണോ അരിഞ്ഞ് ഇതിൻ്റെ കറ കളയുന്നത്? ഒന്ന് കമൻ്റ് ഇടണേ. അപ്പോൾ നമ്മുടെ തോരൻ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുണ്ടാകുന്നതല്ലേ, ഒരു വിഷവും ഇല്ലാത്തതാണ്. ഇത് തോരൻ വെച്ചാൽ എന്തൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുപോലെ ഒരു വാഴച്ചുണ്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും അത് തോരൻ വെച്ച് കഴിക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വാഴച്ചുണ്ട് തോരൻ ഇവിടെ റെഡിയാണ്.